എന്താണ് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ജാതി വറിയൊന്നും നമ്മുടെ കേരളത്തിലില്ല, അങ്ങ് ഉത്തരേന്ത്യയിലാണ് ജാതി വറി, ജാതി കൂട്ടക്കൊല എന്നൊക്കെ അല്ലേ. പക്ഷേ നമ്മുടെ കേരളത്തിലും കുറേ മേനോന്മാരുണ്ട്. മേനോനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന ചിന്താഗതിയുള്ള ജാതി പറയുന്ന കുറേ നായ്ക്കൾ ഇപ്പോഴും ഉണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇവൻ ഷാജി. നമ്മുടെ വേടൻ്റെ പരിപാടി, സർക്കാർ നടത്തുന്ന പരിപാടി ഇടുക്കിയിൽ വെച്ച് നടക്കില്ലേ, അതിൽ വേടൻ്റെ ലൈവ് ഷോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് ഇവനിട്ട കമൻറ്റാണ്, കണ്ടു നിൻ്റെ ജാതിക്കാരോട് പോയി പണിയെടുത്ത് തിന്നാൻ പറയും. എടാ, അവൻ്റെ ജാതിക്കാർ അല്ലെങ്കിൽ അവൻ്റെ ജാതിയിലുള്ളവർ അല്ലെങ്കിൽ പാവങ്ങളായ സാധാരണക്കാർ ജോലി ചെയ്ത് പണിയെടുത്തുണ്ടാക്കിയതാണ് ഇന്നത്തെ ഈ കാണുന്ന കേരളം. ഞാനും നീയും എല്ലാവരും ഒക്കെ അനുഭവിക്കുന്ന കേരളം. അവരുടെയൊക്കെ അപ്പൂപ്പന്മാർ പാടത്തും പറമ്പത്തും വയലത്തും ഇറങ്ങി കഷ്ടപ്പെട്ടിട്ട് അവസാനം കൂലി ചോദിച്ചു തമ്പ്രാന്ന് ചോദിച്ച് നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് കേരളം വന്നതാണ്, മനസ്സിലായില്ലേ? ഇപ്പോഴും നിൻ്റെയൊക്കെ മനസ്സിൽ ആ ജാതി വറി ഉണ്ടല്ലേ. എന്തോ നീ പറയുന്നത്, നിങ്ങൾ സവർണന്മാർ പട്ടിണി കിടക്കണം, പോയി പണിയെടുത്ത് തിന്നറാ. എന്താ പണിയെടുക്കാൻ അറിയില്ലേ? പോയി പണിയെടുത്ത് തിന്ന്. നിന്നെയൊക്കെ പോലെ എല്ലുമുറിയെ പണിയെടുത്തിട്ടാണ് അവർ തിന്നുന്നത്. തമ്പ്രാനും ഓമ്പ്രാനും ഒക്കെ കഴിഞ്ഞ് കാലം കഴിഞ്ഞടാ. നിനക്കിപ്പോഴും നേരം വെളുത്തിട്ടില്ല. എന്ത് തമ്പ്രാനാണ്, തേങ്ങയാണ്. പണ്ടാണ് മാറിയിക്കാൻ പറഞ്ഞത്, ഇന്ന് മാറിയിക്കാൻ പറഞ്ഞാൽ ചെവിടടക്കം പൊട്ടിക്കും. എന്ത് മേനോൻ, എന്ത് തമ്പ്രാൻ, എന്ത് കോലോത്ത്, ഒരു തേങ്ങയില്ല. അവൻ്റെ ജാതിക്കാർ പണിയെടുത്തുണ്ടാക്കിയതാടാ ഈ നാട്. അല്ലാണ്ട് നിൻ്റെയൊക്കെ തമ്പ്രാക്കന്മാർ, നിൻ്റെ തന്തമാരും ഒക്കെ കണ്ടിടത്ത് പോയി പെറ്റുകിടന്ന് അവരുടെ വിയർപ്പിൻ്റെ ഇതാണ് നീയൊക്കെ മേടിച്ച് തിന്ന് ജീവിച്ചത്, മനസ്സിലായില്ലേ? ഇന്ന് നിനക്ക് അവനെയൊക്കെ കാണുമ്പോൾ കണ്ണ് കടിയല്ലേ. എന്തേ കണ്ണ് കടിക്കുന്നത്? പണിയെടുത്ത് തിന്നറാ, പണിയെടുത്ത് തിന്ന്, പോയി പണിയെടുത്ത് തിന്നറാ. ജാതി പറയും കൊണ്ട് ഇറങ്ങിക്കുക നായ്ക്കൾ. അവൻ്റെ കമൻറ്റ് കണ്ടില്ലേ? സത്യം പറഞ്ഞാൽ ഈ കമൻറ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഇവനെ ഒരു നടപടി എടുക്കാനുള്ള പരിപാടി ഉണ്ടാക്കണം ഈ വീഡിയോ കാണുന്നവർ. അല്ലാണ്ട് എന്താ പറയുക, ഇവനെപ്പോലുള്ളവന്മാരെ, ജാതി വരെയുള്ളവന്മാരെയൊന്നും വെറുതെ വിടാൻ പാടില്ല, മനസ്സിലായോ?